വെറുതെ തോന്നിയ പോലെ ഒരു പെണ്ണിനെ കൂട്ടിയിട്ട് പോകാനൊന്നും പറ്റില്ല. ഇപ്പോൾ നിയമം വരാൻ പോവാണ്. നിങ്ങൾ ഫ്രീ ആയിട്ട് അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണമെന്ന്. സിവിൽ കോഡ് ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡ്. വിവാഹം കഴിക്കാതെ ഒന്നിച്ചു ജീവിക്കുന്ന പങ്കാളികൾക്ക് ഇനി രജിസ്ട്രേഷൻ വേണമെന്നാണ് നിയമത്തിൽ. ഇതിൽ കേരളത്തിലുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. പൂർണ്ണമായിട്ടും വ്യക്തിപരമാണ്, പേഴ്സണലാണ്. ലൈക്ക് നമ്മുടെ വിശ്വാസങ്ങൾ പോലെ നമ്മുടെ ഇഷ്ടങ്ങളും വളരെ വ്യക്തിപരമാണ്. അപ്പം അങ്ങനെ ഒരു ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പിന്നെ വാട്ട് ഈസ് നിയമം എന്താണ് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു നിയമത്തിൽ എഴുതി ചേർത്താൽ അതിനെ എതിർക്കാൻ എനിക്ക് പറ്റുകയുമില്ല. വ്യക്തിപരമായിട്ട് ഐ ഹാവ് നോ ഒബ്ജെക്ഷൻ. അതിൻ്റെ ഒരു ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ പാരൻസിനും നമുക്കും കുഴപ്പമില്ലെങ്കിൽ പിന്നെ അത് രജിസ്റ്റർ ചെയ്ത് വെറുതെ ഒരു പേപ്പർ വേസ്റ്റ് ചെയ്യാന്നല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ രജിസ്റ്റർ ചെയ്യാനാണെങ്കിൽ അതിനേക്കാളും മാരേജ് ചെയ്താൽ പോലെ. അപ്പോൾ മാരേജ് എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് ടൈം വേണം, അല്ലെങ്കിൽ അതിൽ കുറേ ലോജിക്കൽ റീസണിങ് ഒത്തുപോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളവരായിരിക്കാം ഇങ്ങനെ ലിവിങ് റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു രജിസ്ട്രേഷൻ കൊണ്ടുവരിക എന്നുള്ളതൊരു ലോജിക്കലി വാലിഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ച് അതൊരു നിർബന്ധമായി ചെയ്യുന്ന കാര്യമല്ല. കാരണം ലിവിങ് റിലേഷൻ എന്ന് പറയുന്നത് ഒരു രേഖയില്ലാതെ കുറച്ച് നാൾ ജീവിച്ച് പിരിയുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണല്ലോ. അതിനിപ്പോൾ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാരേജ് രജിസ്റ്റർ ചെയ്യുന്നതിന് തുല്യമാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ള ആ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതങ്ങോട്ട് അക്സെപ്റ്റബിളും അല്ല ഈ ഒരു സംവിധാനം. പിന്നെ അത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അഭിപ്രായം കൂടുതൽ തേടുക. ഓക്കെ, താങ്ക് യു. മനുഷ്യൻ കൂടുതൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മനുഷ്യന് വ്യക്തിപരമായി സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന രീതിയിലുള്ളൊരു നിലപാടായിട്ടാണ് എനിക്കിതിന് കാണുന്നത്. ലോകമെല്ലാം ഫ്രീ വേൾഡിലേക്ക് പോയി. ഞാൻ പ്രാക്ടിക്കലി ലിവിങ് ടുഗദർ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. പക്ഷേ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പലരും അത് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അത് വ്യക്തിപരമായ താല്പര്യമാണ്. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമാണ് ലീഗലി അത് ചെയ്യണം എന്നുള്ളതാണ് താല്പര്യം. അവർക്ക് കല്യാണം കഴിക്കേണ്ട, അല്ലാതെ തന്നെ ജീവിക്കാനാണ് താല്പര്യം. ലെറ്റ് ഇറ്റ് ബി. സോ വൈ ഷുഡ് ബി ബ്ലോക്ക് ദം? സോ അതാണ് എൻ്റെ താല്പര്യം. എൻ്റെ താല്പര്യമല്ല, ചെയ്യുന്നവരുടെ താല്പര്യം. സോ അത് അങ്ങനെ അവർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി രജിസ്റ്റർ ചെയ്യണം, ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും ഭേദം അവർ കല്യാണം കഴിക്കുന്നത്. സോ ലീഗലി അവർ കല്യാണം കഴിക്കുന്നത് തുല്യമാണ് പോലീസ് സ്റ്റേഷനിൽ പോയി എന്തെങ്കിലും ഇൻഫോം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ലിവിങ് ടുഗദർ എന്നൊരു കോൺസെപ്റ്റ് തന്നെ വരുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു കേസ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഇൻഫോം പറയുന്നത് ഒരു പ്രഹസനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉത്തരാഖണ്ഡ് നിയമസഭയാണ് ഇത്തരത്തിലുള്ളൊരു നിയമം പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വർത്തമാന ഇന്ത്യയിൽ വരുന്ന ഇത്തരം നിയമങ്ങളെല്ലാം വളരെ കോമഡി തന്നെയാണ് പറയാനുള്ളൂ. കേരളത്തിൽ വരികയാണെങ്കിലോ? അല്ല, കേരളത്തിൽ ഒരിക്കലും അത് വരുമെന്ന് തോന്നുന്നില്ല. കേരളത്തിൽ അത്രയും ജനാധിപത്യപരമായും അല്ലെങ്കിൽ ഭരണഘടനമായും അത്രയും വിവരമുള്ള ആളുകളാണ്. അതെപ്പോൾ തള്ളിപ്പോയെന്ന് ചോദിച്ചാൽ മതി. നമ്മൾ ഏത് ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ എതിർക്കുവാനുള്ള പ്രവണത കൂടിക്കൂടി വരും. അപ്പം അതിനപ്പുറത്ത് സെൽഫായിട്ട് ചില അച്ചടക്കങ്ങൾ കൊണ്ടുവരുന്നിടയ്ക്കാണ് നമ്മൾ വിജയിക്കുക.